ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം. ജനറൽ ക്വസ്റ്റ്യങ്ങൾ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? എന്നാൽ നമുക്ക് പോകാം അല്ലേ. സൂര്യപ്രകാശത്തിന് 7 ഘട്ടവർണ്ണങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൺ. വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചത് ആര്? തോമസ് ആൽവ എഡിസൺ ആണ് വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചത്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഒപ്റ്റിക്സ് ആണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. ശബ്ദം ഏത് രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്? തരംഗ രൂപത്തിലാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. ഇനി കുറച്ച് പരിസ്ഥിതിയെക്കുറിച്ച് ബന്ധപ്പെട്ട പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതെന്ന് ജൂൺ 5-ന്. 2026 പരിസ്ഥിതി ആതിഥേയത്വം വഹിച്ച രാജ്യം അസർബൈജാനാണ്. പരിസ്ഥിതി സൗഹൃദം എന്ന് വിശേഷിപ്പിക്കുന്ന നിറം ഏതാണ്? പച്ചയാണ് കേട്ടോ. അടുത്തത് പാവപ്പെട്ട തടി എന്നറിയപ്പെടുന്ന ചെടി ഏതാണ്? മുളയാണ് പാവപ്പെട്ട തടി എന്നറിയപ്പെടുന്ന ചെടി. ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലം. ഏറ്റവും വലിയ ജലജീവിയാണ് കേട്ടോ. സമുദ്രത്തിലെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ. ഇനി വായനാ ദിനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാകാം. ദേശീയ വായനാ ദിനമായി അംഗീകരിച്ച വർഷം ഏതാണ്? 1996. കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ച വർഷം 1945. ഇന്നത്തേക്ക് ഇത്ര മതി. നമുക്ക് പിന്നെ നോക്കാം. ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഹാവ് എ ഗുഡ് ഡേ.